Hi NEET aspirants, this is ASR from RKNX. NEET 2025 ബയോളജിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചോദ്യം ഇതാണ്: which one of the following symbols represents mating between relatives in human pedigree analysis? Human pedigree analysisൽ mating between relatives-നെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ NCERT-ൽ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസിൽ യൂസ് ചെയ്യുന്ന എല്ലാ സിമ്പിൾസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു പെട്ടി, അതായത് ഒരു സ്ക്വയർ വന്നാൽ എന്താണെടാ? മെയിൽ ആണ് അല്ലേ. ഒരു സർക്കിൾ, ഒരു വട്ടം വന്നാൽ എന്താണ്? ഫീമെയിൽ ആണ്. ഒരു ഡയമണ്ട് ഷേപ്പ് ആണെങ്കിൽ അത് എന്താണ്? സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. ഇനി നോക്കിക്കടാ, ഈ സിമ്പിൾസ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ജനറ്റിക് ഡിസോർഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതായത് എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ് അല്ലെ. ഇനി ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, നടുക്ക് ഒരൊറ്റ ലൈനേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ഇസ് മേറ്റിംഗ് ഓർ മാരേജ് അല്ലെ. ഒരു പെട്ടി, ഒരു വട്ടം, നടുക്ക് 2 ലൈൻ ഉണ്ടെങ്കിൽ എന്താ? മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതായത് കോൺസാങ്ക്യുനസ് മേറ്റിംഗ് ആണ്. അപ്പൊ നമ്മളെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സിന്റെ സിമ്പിൾ ആണല്ലേ. സോ അത് ഏത് ഓപ്ഷൻ ആണ്? എ ആണോ അല്ലെങ്കിൽ ഡി ആണോടാ? യെസ്, ദാറ്റ് ഈസ് എ അല്ലെ. ഒരു പെട്ടി, അതായത് ഒരു സ്ക്വയർ, ഒരു വട്ടം, ഒരു സർക്കിൾ, നടുക്ക് 2 ലൈൻ വന്നാലാണ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കോൺസാങ്ക്യുനസ് മേറ്റിംഗ്.